ഹലോ ഗൈസ്, HTML ആൻഡ് CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിന്റെ 22ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ HTML കോഡ് എന്താണെന്നൊക്കെ കണ്ടു. ഈ വീഡിയോയിൽ നമുക്ക് CSS ഉപയോഗിച്ച് ആ ലേഔട്ടിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്ത് നമുക്ക് വേണ്ട വിധം സ്പേസിങ്ങും അറേഞ്ച്മെന്റും ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. CSS എഴുതാൻ വേണ്ടി നമ്മൾക്കൊരു style.css എന്ന ഫയൽ വേണമല്ലോ. ഫയൽ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മുന്നേ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ CSS എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് ഈ ഫയലിനെ style.css എന്ന് വിളിക്കാം. ഇനി നമ്മൾക്ക് ഈ CSS ഫയലിനെ നമ്മളുടെ HTML ഫയലുമായി ലിങ്ക് ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾക്ക് index.html ഓപ്പൺ ചെയ്യാം. ഈ ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ ഈ ടൈറ്റിൽ ടാഗിന് താഴെ വന്ന് നമ്മൾക്ക് ലിങ്ക് href css/style.css rel style sheet എന്ന് എഴുതാം. ഇതിൽ href എന്നാൽ നമ്മുടെ CSS ഫയലിൻ്റെ പാത്താണ്. rel എന്നാൽ ആ ഫയലിന് ഈ HTML ഫയലുമായി എന്ത് റിലേഷൻഷിപ്പാണുള്ളത് എന്നാണ്. അത് സ്റ്റൈൽ ഷീറ്റ് എന്നും കൊടുക്കാം. ഇനി സേവ് ചെയ്യാം. ഇപ്പോൾ ഈ ലിങ്ക് ചെയ്തത് പ്രോപ്പർലി വർക്കായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ CSS ഫയലിലേക്ക് വരാം. ഇതിൽ നമ്മൾക്ക് ഒരു സിമ്പിൾ റൂൾ എഴുതി നോക്കാം. ഞാനിവിടെ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് എഴുതുന്നു. ഇനി സേവ് ചെയ്തു നോക്കാം. ഇപ്പോൾ നോക്കൂ, പേജ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം റെഡ് ആയല്ലോ. അപ്പോൾ നമ്മൾ CSS ഫയൽ ലിങ്ക് ചെയ്തത് വർക്കിംഗ് ആണെന്ന് നമ്മൾക്ക് ഉറപ്പായിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ആക്കാം. ഈ റെഡ് മാറ്റി നമ്മൾക്ക് മറ്റൊരു കളർ ഇവിടെ കൊടുത്തു നോക്കാം. ഞാൻ ഏതായാലും നേരത്തെ തന്നെ നെറ്റിൽ നിന്ന് ഒരു കളർ പാലറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് #B8FFF9 എന്ന് കൊടുക്കാം. ഇനി ഞാൻ CSS ഫോണ്ട് സ്റ്റാക്ക് എന്ന സൈറ്റിൽ പോയി സെഞ്ച്വറി ഗോത്തിക് എന്ന ഫോണ്ട് ഫാമിലി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് നമ്മുടെ ഫോണ്ട് സൈസ് ഒരു 18 പിക്സൽ എന്ന് സെറ്റ് ചെയ്യാം. ബോഡി സ്റ്റൈൽ തൽക്കാലം അത്രയും മതി. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ HTML ഫയൽ എടുത്ത് അതിലെ ആദ്യത്തെ എലമെൻറ്റ് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇവിടെ ആദ്യമുള്ളത് നമ്മുടെ ഹെഡർ എന്ന എലമെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം അതിനെ തന്നെ സ്റ്റൈൽ ചെയ്യാം. CSS ഫയലിലേക്ക് വരാം. ഇവിടെ താഴെ വന്ന് ഹെഡർ എന്നെഴുതി കേളി ബ്രാക്കറ്റ് ഇട്ട് വെക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹെഡർ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ടാഗാണ് എന്നതാണ്. ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ക്ലാസ് സെലക്ടറോ ID സെലക്ടറോ അല്ല നമ്മൾ യൂസ് ചെയ്തത്. വെറുതെ ഇങ്ങനെ ഹെഡർ എന്നെഴുതി ഒരു എലമെൻ്റായി തന്നെയാണ് അതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഹെഡറിന് നമ്മൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളറായി ഞാൻ സെലക്ട് ചെയ്തു വെച്ച കളർ പാലറ്റിലെ ഒരു ഡാർക്കർ ഷെയ്ഡ് കളർ കൊടുക്കുന്നു. #42C2FF എന്ന കളർ. ഇനി നമ്മൾക്ക് പേജ് ഒന്ന് നോക്കാം. നമ്മൾ സെറ്റ് ചെയ്ത ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ വന്നിട്ടുണ്ട്. ഹെഡറിനും ഒരു ഡാർക്കർ കളർ നമ്മൾ കൊടുത്തത് അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹെഡറിൻ്റെ മാർജിൻ ഒന്ന് നോക്കൂ. അവിടെ അനാവശ്യമായ ഒരു സ്പേസിങ് കയറി വന്നത് കണ്ടില്ലേ? മുകളിലും ഇടത്തും വലത്തും വശങ്ങളിലും കുറച്ച് ഗ്യാപ്പ് വിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ വെബ് പേജിലും ഒരു ഡിഫോൾട്ട് ഫോർമാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേജിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഡിഫോൾട്ടായി ഒരു മാർജിൻ വാല്യൂ ഒക്കെ ഉണ്ട്. നമ്മുടെ ബോഡി ടാഗിന് ഇങ്ങനെ ഡിഫോൾട്ടായി ഒരു 8 പിക്സൽ മാർജിൻ അതിൻ്റെ ചുറ്റിലുമുണ്ട്. ഈ ഡിഫോൾട്ട് മാർജിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ടെക്സ്റ്റൊക്കെ പേജിൻ്റെ അറ്റങ്ങളിൽ ടച്ചായി നിൽക്കുകയും കാണാൻ ബോറാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫോൾട്ട് വാല്യൂ ഇതിനൊക്കെ ഉള്ളത്. എന്നാൽ നമ്മൾ പേജ് സ്റ്റൈൽ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഡിഫോൾട്ട് മാർജിൻ വാല്യൂ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക വെബ് ഡിസൈനർമാരും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഈ ഡിഫോൾട്ട് മാർജിൻ വാല്യൂ 0 ആയി റീസെറ്റ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി ഈ ബോഡി ടാഗിൻ്റെ സ്റ്റൈലിൽ വന്ന് സിമ്പിളായി മാർജിൻ 0 എന്ന് കൊടുക്കാം. ഇപ്പോൾ സേവ് ചെയ്ത് പേജ് ഒന്ന് നോക്കാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലെ ആ മാർജിൻ ഇഷ്യൂ അങ്ങ് പോയി എന്ന് കാണാം. പക്ഷെ മുകളിലുള്ള ഗ്യാപ്പ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിനു കാരണം നമ്മുടെ H1 എന്ന ഹെഡിങ് എലമെൻറ്റിൻ്റെതായ ഒരു മാർജിൻ കൂടി അവിടെ മുകളിലും താഴെയും ഉണ്ട് എന്നതാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലിസിറ്റായി ഹെഡർ H1 എന്നെഴുതി മാർജിൻ 0 എന്ന് കൊടുത്ത് ആ H1 ടാഗിൻ്റെ മാർജിനും റീസെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഏതായാലും നമ്മൾക്ക് ഈ ഹെഡർ സെക്ഷൻ കുറച്ച് വലുപ്പമൊക്കെ വേണ്ടതുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഈ ഹെഡറിൻ്റെ സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾക്ക് പാഡിംഗ് ടോപ്പ് 30 പിക്സൽ എന്നും പാഡിംഗ് ബോട്ടം 30 പിക്സൽ എന്നും കൊടുക്കാം. ഇനി നമ്മൾക്ക് പേജ് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഹെഡർ സെക്ഷൻ കുറച്ച് വലുതായി ഒരു നല്ല നീറ്റായി നിൽക്കുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഈ പേജിൻ്റെ ഇൻസ്പെക്ട് എലമെൻറ്റ് ഒന്ന് എടുത്തു നോക്കാം. നമ്മളിവിടെ 30 പിക്സൽ പാഡിംഗ് ആണ് കൊടുത്തതെങ്കിലും അവിടെ ആക്ച്വലി ഇപ്പോൾ അതിലും കൂടുതലൊരു വാല്യൂ വരുന്നുണ്ട് എന്ന് കാണാം. അതിനു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഹെഡർ എന്നതിനുള്ളിലുള്ള ആ H1 ടാഗിനും ഡിഫോൾട്ടായ ഒരു മാർജിൻ ഉള്ളത് കൊണ്ടാണ് എന്നോർക്കുക. എല്ലാ ടാഗുകളുടെയും ഡിഫോൾട്ട് മാർജിൻ റീസെറ്റ് ചെയ്യാനൊക്കെ വഴികളുണ്ട്.
എന്നാൽ ഇതൊരു ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ തൽക്കാലം അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഈ ഹെഡറിൻ്റെ സ്റ്റൈലിലേക്ക് വരാം. ഞാനിതിൽ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹെഡിങ് സെൻറ്ററിലേക്ക് വന്നത് കാണാം. ഇനി നമ്മൾക്ക് കളർ വൈറ്റ് എന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഇവിടെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ് എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ ലെറ്റേഴ്സും അപ്പർ കേസ് ആയത് കാണാം. ഓക്കെ, തൽക്കാലം ഹെഡറിൻ്റെ സ്റ്റൈൽ അത്രയും മതി. ഇനി നമ്മൾക്ക് HTMLലേക്ക് വരാം. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾക്കൊരു കണ്ടെയ്നർ ക്ലാസ് ഉള്ള ഡിവ് ഉണ്ട്. അതിനുള്ളിൽ ഒരു സെക്ഷനും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടൻസുമുണ്ട്. അതിൻ്റെ താഴെ ഒരു എസൈഡ് എന്ന സൈഡ് ബാറുമുണ്ട്. ഇതിൽ നമ്മൾക്കറിയാം ഈ സൈഡ് ബാർ ആക്ച്വലി ഈ സെക്ഷൻ്റെ റൈറ്റ് സൈഡിലാണ് വരേണ്ടത് എന്ന്. പേജിൽ ഇപ്പോൾ ഈ പറഞ്ഞ സെക്ഷനും എസൈഡും അഥവാ സൈഡ് ബാറും നിൽക്കുന്നത് കണ്ടില്ലേ? ഡിഫോൾട്ടായ ഒരു ഫോർമാറ്റിൽ താഴെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് CSSലേക്ക് വരാം. നമ്മൾക്കറിയാം പാരൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കണ്ടെയ്നർ എന്ന ക്ലാസ് ഉള്ള ഡിവ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ വന്ന് ഡോട്ട് കണ്ടെയ്നർ എന്നെഴുതി ആ കണ്ടെയ്നർ ക്ലാസ് ഉള്ള ഡിവിനെ ആദ്യം സ്റ്റൈൽ ചെയ്യാം. നമ്മൾക്ക് എന്തായാലും ഈ കണ്ടെയ്നറിന് വിഡ്ത്ത് 80% എന്ന് കൊടുക്കാം. ഇപ്പോൾ പേജ് ഒന്ന് നോക്കൂ, അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞതായി കാണാം. ഇനി നമ്മൾക്ക് ഈ കണ്ടെയ്നറിനെ സെൻറ്റർ ചെയ്യാം. ഇവിടെ മാർജിൻ 0 സ്പേസ് ഓട്ടോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ആ കണ്ടെയ്നർ പേജിൻ്റെ സെൻറ്ററിൽ അലൈൻ ആയിരിക്കുന്നത് കാണാം. കണ്ടെയ്നറിൻ്റെ സ്റ്റൈൽ തൽക്കാലം അത്രയും മതി. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള സെക്ഷനെയും അസൈഡിനെയും സ്റ്റൈൽ ചെയ്യാം. അതിനുവേണ്ടി താഴെ ഞാനിവിടെ സെക്ഷൻ എന്നെഴുതി കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ അസൈഡ് എന്നതും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ നമ്മൾക്കറിയാം ഈ സെക്ഷൻ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിലും അസൈഡ് നമ്മൾക്ക് റൈറ്റ് സൈഡിലുമായിട്ടാണ് വരേണ്ടത് എന്ന്. മുന്നേ പഠിച്ച ഫ്ലോട്ട് എന്നതിൻ്റെ കോൺസെപ്റ്റ് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാനിവിടെ സെക്ഷൻ്റെ സ്റ്റൈലായി ഫ്ലോട്ട് ലെഫ്റ്റ് എന്നും അസൈഡിൻ്റെ സ്റ്റൈലായി ഫ്ലോട്ട് റൈറ്റ് എന്നും കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും ഇത്രയും കൊടുത്താൽ അത് രണ്ടും രണ്ട് വശത്തായി അലൈൻ ചെയ്യപ്പെടുമെന്ന്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് കാണാമല്ലോ. ഇത് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷൻ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള 100% സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസൈഡ് എന്ന സൈഡ് ബാർ അടുത്ത ലൈനിൽ മാത്രമേ റൈറ്റ് അലൈൻ ചെയ്യാൻ കഴിയൂ. പക്ഷേ നമ്മുടെ ഫൂട്ടർ അതിൻ്റെ റൈറ്റ് സൈഡിലെ ഗ്യാപ്പിലേക്ക് കയറി വരുന്നതും കാണാം. ഇത് നമുക്ക് വളരെ സിമ്പിളായി ഫിക്സ് ചെയ്യാം. നമ്മൾക്ക് ഈ സെക്ഷന് ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ വിഡ്ത്ത് 70% എന്ന് സെറ്റ് ചെയ്യുന്നു. ഈ 70% എന്ന് പറയുന്നത് എൻറ്റയർ ബോഡിയുടെ 70% അല്ല എന്നോർക്കുക. മറിച്ച് ഈ സെക്ഷൻ്റെ പാരൻ്റ് എലമെൻ്റായ കണ്ടെയ്നറിൻ്റെ 70% വിഡ്ത്ത് ഒക്യുപ്പൈ ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ ആ അലൈൻമെൻറ്റ് ഏറെക്കുറെ ശരിയായി വന്നതായി കാണാമല്ലോ. എങ്കിലും ഈ സെക്ഷനും സൈഡ് ബാറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾക്ക് ഈ അസൈഡിൻ്റെ സ്റ്റൈലിൽ വന്ന് വിഡ്ത്ത് 25% എന്ന് കൊടുക്കാം. അതാവുമ്പോൾ ആ സെക്ഷനും സൈഡ് ബാറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇതിലെ രണ്ടിലെയും ടെക്സ്റ്റ് തമ്മിൽ ടച്ച് ആവുന്നത് കാണാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, നമ്മുടെ ഫൂട്ടർ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ കാണുന്ന പാരഗ്രാഫ് നമ്മുടെ ഫൂട്ടറിൻ്റെ ഉള്ളിലുള്ള പാരഗ്രാഫാണ്. നമുക്ക് ഈ ഫൂട്ടർ എല്ലാത്തിൻ്റെയും താഴെയാണല്ലോ ശരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഫൂട്ടറിനെ സ്റ്റൈൽ ചെയ്യാം. ഇവിടെ താഴെ വന്ന് ഫൂട്ടർ എന്നെഴുതി ഫൂട്ടറിനെ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ആദ്യം ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ബോത്ത് എന്നാണ്. ഇപ്പോൾ അത് താഴേക്ക് വന്നതായി കാണാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫ്ലോട്ട് എന്ന വാല്യൂ ഇതിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഫ്ലോട്ട്, ക്ലിയർ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടാൽ വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഫൂട്ടറിന് നമ്മൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാൻ ഹെഡറിന് കൊടുത്ത ഡാർക്ക് ഷെയ്ഡുള്ള കളർ തന്നെ ഇവിടെയും കൊടുക്കുന്നു. #42C2FF എന്ന്. ഇനി ഇതിനും ഒരു പാഡിംഗ് വാല്യൂ കൊടുക്കാം. പാഡിംഗ് 50 പിക്സൽ 0 എന്ന് കൊടുത്ത് മുകളിലും താഴെയും 50 പിക്സൽ പാഡിങ്ങും ലെഫ്റ്റും റൈറ്റും 0 പിക്സൽ പാഡിങ്ങും സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് കൊടുത്ത് ഫൂട്ടറിലെയും ടെക്സ്റ്റിനെ സെൻറ്റർ ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ കണ്ടെയ്നറിൻ്റെ താഴെയും കുറച്ച് കൂടി ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഈ സെക്ഷൻ്റെ സ്റ്റൈലിൽ വന്ന് മാർജിൻ ബോട്ടം 100 പിക്സൽ എന്ന് കൊടുക്കാം. ഇനി മുകളിലും ഇതുപോലെ ഒരു ഗ്യാപ്പ് വേണമല്ലോ. അതിനുവേണ്ടി നമ്മൾക്ക് ഈ ഹെഡറിൻ്റെ സ്റ്റൈലിൽ വന്ന് മാർജിൻ ബോട്ടം 100 പിക്സൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലേഔട്ട് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് എന്ന് കാണാമല്ലോ. ഇങ്ങനെ ഒരു ലേഔട്ട് സെറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള ലേഔട്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ വെബ് ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ലെവലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു പോയിന്റിൽ കവർ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇനിയും ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ലെവൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കായ എല്ലാം പഠിച്ചു എന്നാണ് അർത്ഥം. ഇനി നമ്മൾക്ക് ഈ ലേഔട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യാം.
ഈ ലേഔട്ടിലെ ഈ സെക്ഷനും സൈഡിനും ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കാം. രണ്ടിനും പാഡിംഗ് 5 പിക്സൽ എന്ന് കൊടുക്കാം. കൂടാതെ രണ്ടിനും ബോർഡർ റേഡിയസ് 0.2 em എന്നും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേജ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പേജായി മാറിയിട്ടുണ്ടല്ലോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പേജിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഈ സീരീസിലെ 22 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഹ്യൂജ് താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവായ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.